ശ്രീ കെ മുരളീധരനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇടുക്കി ജില്ലയുടെ വിഷയങ്ങളിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CHR അടക്കമുള്ള പ്രശ്നങ്ങളിൽ കർഷക കോൺഗ്രസ് നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ വന്യജീവി ആക്രമണം അതുപോലെ വനംവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വലിയ രൂക്ഷമായി തന്നെ നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഇപ്പോൾ CHR നിയമത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി വന്നത് ചീഫ് സെക്രട്ടറി കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൻ്റെ പിഴവ് കൊണ്ടാണ്. അപ്പോൾ ഈ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ അതേ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടല്ലേ കൊടുക്കുക, ഗവൺമെൻറ്റിൽ ആലോചിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വിധി വരുമ്പോൾ കർഷകർ വളരെയധികം ആശങ്കയിലാണ്. കാരണം ഇതെല്ലാം വനമേഖലയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ ജീവിക്കും? ഇപ്പോൾ കൃഷിഭൂമിയിൽ നിന്ന് മാത്രമല്ല, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരും. ഇപ്പോഴത്തെ തന്നെ ഇടുക്കിയിൽ 55% വനപ്രദേശമാണ്. ഇനി കൂടുതൽ വനപ്രദേശമാകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എവിടെ പോകും? അപ്പോൾ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ഞാൻ MP ആയിരുന്നപ്പോൾ ഇപ്പോഴത്തെ MP മാരൊക്കെ ഇക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറയാനേ പറ്റൂ. നിയമം കൊണ്ടുവരേണ്ട കേന്ദ്രമാണ്, അതിനെ സഹായിക്കേണ്ടത് കേരളമാണ്. ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞത് നിലവിലുള്ള വന്യമൃഗ സംരക്ഷണ നിയമം കോൺഗ്രസിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ആ കാലഘട്ടം എന്ന് പറയുന്നത് 1970 കാലഘട്ടത്തിലൊക്കെ വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മൃഗങ്ങൾ പെറ്റുവരിക. ഇപ്പോൾ നഗരങ്ങളിൽ പോലും അതാണ് ഞാൻ പറഞ്ഞത്. മാനന്തവാടി ടൗണിൽ ഒരു കർഷകനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ആന ചവിട്ടി കൊന്നു. ബത്തേരിയിൽ സമാനമായ ഒരു കടുവ ഒരു കർഷകനെ കൊന്നു. ഇതൊക്കെ നഗരത്തിലാണ്, ഈ മുനിസിപ്പാലിറ്റിക്കകത്താണ് നടക്കുന്നത്, അല്ലാതെ ഇവരാരും കാട്ടിലേക്ക് പോയതല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ നിയമങ്ങളിൽ ഭേദഗതി വരുത്തണം. നിലവിലുള്ള ഓരോ അതിനാണല്ലോ പാർലമെൻറ്റ് എന്തിനാ? നിയമങ്ങൾ കാലാകാലങ്ങളിൽ നിയമം പരിഷ്കരിക്കാനാണ്. അങ്ങനെ പരിഷ്കരിക്കണം. അങ്ങനെ പരിഷ്കരിക്കുമ്പോൾ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകന് സംരക്ഷണം നൽകണം. അപ്പോൾ കോടതിയുടെ വിധിയുടെ മാത്രം മറവിൽ ഒരു ഗവൺമെൻറ്റും കൈ കഴുകാൻ പറ്റില്ല. അതിനനുയോജ്യമായ അതിനെ കവർ ചെയ്യാൻ തക്ക രീതിയിൽ നിയമനിർമ്മാണം നടത്തും. ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വന്യജീവി ആക്രമണം നേരിടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അടക്കം നൽകുന്നതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രഖ്യാപനം അനുസരിച്ച് കാശ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ മരിച്ചാൽ ഉടനെ ഇത്ര ലക്ഷം കുടുംബത്തിന് കൊടുക്കുമെന്ന് പറയും, കിട്ടുന്നില്ല. എന്തിനധികം പറയുന്നു? ഇപ്പോൾ വയനാട്ടിൽ തന്നെ കണ്ടല്ലോ, ഇത്രയും ഒരു നാശനഷ്ടം ഉണ്ടായി, 600 ജീവൻ നഷ്ടപ്പെട്ടിട്ടും എന്ന റിപ്പോർട്ട് കൊടുത്ത കേന്ദ്രത്തിന് നവംബർ 13 എന്നാൽ കേന്ദ്രം എന്താ ചെയ്തത്? ഒരു ടോക്കൺ എമൗണ്ട് പോലും നൽകിയില്ല. ഇപ്പോൾ രണ്ടുപേരും ചെയ്ത തെറ്റാണ്. ഞങ്ങൾ ഒരു സർക്കാരിൻ്റെ മാത്രം ഭാഗം പിടിക്കുകയല്ല, ഞങ്ങൾ രണ്ടും തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു അലംഭാവം ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുണ്ട്. എങ്ങനെയായിരിക്കും മുമ്പോട്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ്? ഞങ്ങൾ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ കർഷകരോടൊപ്പം നിൽക്കും. ഒരാളെ പോലും കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്ത് വന്നാലും ഞങ്ങൾ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. അത്തരത്തിലാണ് കർഷക കോൺഗ്രസും അടക്കം ഈ വിഷയത്തിൽ കർഷകർക്കൊപ്പം നിൽക്കുമെന്നും നടപടികൾ ഉണ്ടാകുന്നതുവരെ ശക്തമായ പ്രതിഷേധത്തിലേക്കും ഒപ്പം ഒരാളെ പോലും കുടിയൊഴിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളതെന്നുമാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.